സൂജാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിസ്മസ് കാലമൊക്കെ അടുത്ത് വരികയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ക്രിസ്മസ് കാർഡുകൾ അയച്ചു കൊടുക്കണ്ടേ? ഇങ്ങനൊരവസ്ഥയിൽ നമുക്ക് പുറത്ത് പോയി കാർഡുകളൊന്നും മേടിക്കാൻ പറ്റില്ല. നമുക്ക് വീട്ടിൽ തന്നെ അപ്പോൾ 2 കാർഡുകൾ ഉണ്ടാക്കി നോക്കിയാലോ? ഇതുപോലെ 2 3D ക്രിസ്മസ് കാർഡുകളാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. ഇഷ്ടപ്പെട്ട എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം നമ്മൾ ഈ കാർഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ കാർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലത്തെ സർക്കിൾസ് ആദ്യം വേണം. ഈ സർക്കിൾസ് ഞാൻ ഒരു പഞ്ച് ഉപയോഗിച്ചാണ് കട്ട് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലത്തെ പഞ്ച് ഉപയോഗിച്ചോ, അല്ലെങ്കിൽ ഇതുപോലത്തെ കോമ്പസ് കട്ടർ ഉപയോഗിച്ചോ, അല്ലെങ്കിൽ ഇതുപോലത്തെ വള ഉപയോഗിച്ചോ ചെയ്യാം. പിന്നെ ഇതിനാവശ്യമായിട്ടുള്ളത് സിസേഴ്സ്, ഒരു വൈറ്റ് കാർഡ്, ഗ്ലൂ, പിന്നെ ഇത് ഞാൻ കറുത്ത പേപ്പറിൽ നിന്ന് കട്ട് ചെയ്ത 2 സ്ട്രിപ്സ് ആണ്. ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ട്. പിന്നെ ആദ്യം ഒരു സർക്കിൾ ഇതുപോലെ മാറ്റി വെക്കാം. എന്നിട്ട് ബാക്കിയുള്ള സർക്കിൾ നമുക്ക് ഇതുപോലെ 2 ആയിട്ട് മടക്കി വെക്കാം. ഇതുപോലെ വേറെ വേറെ കളറിൽ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ആദ്യം ഒരു യെല്ലോ സർക്കിൾ എടുത്തിട്ട് നമുക്ക് വേറൊരു കളറിലെ സർക്കിൾ എടുത്തിട്ട് ഇതുപോലെ ഫെവിക്കോൾ ഇട്ട് ഒട്ടിക്കുക. ഇതുപോലെ പല പല കളർ ഉണ്ടെങ്കിൽ ഇതിലും ഭംഗിയായിരിക്കും. ഇനി ഇതുപോലെ വേറൊരു കളർ എടുത്ത് ഇതിന്റെ മുകളിൽ ഇങ്ങനെ ഒട്ടിക്കുക. ഒരേ കളർ തന്നെ ഇതിന്റെ മുകളിൽ ഒട്ടിക്കരുത്. അതിനു പകരം വേറെ വേറെ കളർ വേണം ഒട്ടിക്കാൻ. ഞാൻ ഈ വട്ടങ്ങളൊക്കെ ഒട്ടിച്ച് ഒരു പന്ത് പോലെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വെള്ള കാർഡ് എടുത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച സർക്കിൾ ഒത്ത നടുക്കായിട്ട് ഇതുപോലെ ഒട്ടിക്കുക. എന്നിട്ട് ഈ ബ്ലാക്ക് സ്ട്രിപ്പ് എടുത്തിട്ട് നമുക്ക് ഇവിടെ ഒട്ടിക്കാം. ഇനി ബാക്കി വന്ന ഭാഗം നമുക്ക് കത്രിക കൊണ്ട് മുറിച്ച് കളയാം. ഇനി ഈ ബ്ലാക്ക് സ്ട്രിപ്പ് എടുത്തിട്ട് ഇവിടെ ഒട്ടിക്കാം. നമുക്ക് ഇതെടുത്തിട്ട് ബ്ലൂ കളർ അല്ലാത്തൊരു ഭാഗം ഇങ്ങനെ എടുക്കുക. ഇനി ഇത് ഇവിടെ കൃത്യമായിട്ട് ഇങ്ങനെ ഒട്ടിക്കുക. ഈ ഭാഗത്തും അതേപോലെ തന്നെ ഒട്ടിക്കുക.
ഇതൊക്കെ ഒന്ന് വിതർത്തി കൊടുക്കാം. നമ്മുടെ കാർഡ് തയ്യാറായി കഴിഞ്ഞു. ഇനി ഇതിൽ നമുക്ക് ഹാപ്പി ക്രിസ്മസ് എന്ന് എഴുതിയിട്ട് ഉള്ളിൽ നമുക്കുള്ള മെസ്സേജ് എഴുതിയിട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഈ കാർഡാണ് ഉണ്ടാക്കാൻ പോണത്. ഈ കാർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കിതാ ഇതുപോലൊരു വൈറ്റ് കാർഡ്, പിന്നെ വ്യത്യസ്ത അളവുകളിലുള്ള പല പല സ്ക്വയേഴ്സ്, പിന്നെ ബ്രൗൺ ഷീറ്റിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തെടുത്ത ഒരു സ്ട്രിപ്പും, ഒരു ഒറിഗാമി കാർഡാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമുക്ക് ഈ സ്ക്വയേഴ്സൊക്കെ ഒന്ന് മടക്കിയെടുക്കണം. ഒരു സ്ക്വയർ മടക്കണം എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം ഇതുപോലെ പകുതിയായിട്ട് മടക്കുക. കൃത്യമായിട്ട് മടക്കണം. അതിനുശേഷം ഇത് തുറന്നിട്ട് ഇങ്ങോട്ട് മടക്കുക. ഇനി ഈ പേപ്പർ തിരിച്ചു വയ്ക്കാം. ഇനി ഇത് കോണോട് കോണായിട്ട് മടക്കണം. നിങ്ങളുടെ മടക്കുകളൊക്കെ കൃത്യമായിരിക്കണം. ഇനി ഇങ്ങോട്ട് മടക്കുക. ഇനി ഇത് തുറന്നിട്ട് ഈ 2 പോയിന്റ് കണ്ടോ, നമുക്കിതാ ഇങ്ങനെ ഉള്ളോട്ട് തള്ളിക്കൊടുക്കുക. അപ്പോൾ 2 ട്രയാങ്കിൾ ഇങ്ങനെ ഫോം ചെയ്ത് വരും. കണ്ടോ, ഇതുപോലെ നമുക്ക് കിട്ടും. ഇനി ഈ ഒരു ഷീറ്റ് കണ്ടോ, ഇതിങ്ങനെ എടുത്ത് ഈ വരയിലോട്ട് കൂട്ടി യോജിപ്പിച്ചിട്ട് ഇങ്ങനെ മടക്കി വയ്ക്കുക. ഇതുപോലെ തന്നെ ഇവിടെയും ചെയ്യാം. ഇനി ഇതേപോലെ ബാക്കിയുള്ള സ്ക്വയേഴ്സ് നമുക്ക് മടക്കിയെടുക്കണം. എല്ലാ സ്ക്വയറുകളും ഞാൻ മടക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലൊരു വെള്ള കാർഡ് എടുത്തിട്ട് ഇത് ചെറുതിൽ നിന്ന് വലുതിലോട്ടെന്നുള്ള ഓർഡറിൽ അകത്തേക്ക് കയറ്റി ഒട്ടിക്കുക. ഇതുപോലെ അകത്തേക്ക് കയറ്റുക. നമ്മളെല്ലാം ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് ഇതുപോലെ പശ തേച്ച് ഈ കാർഡിലോട്ട് ഒട്ടിക്കണം. ഇതുപോലെ ഒട്ടിക്കണം. ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ക്രിസ്മസ് മരത്തിൻ്റെ തടി കാണിക്കാനായിട്ട് ഇതുപോലൊരു ബ്രൗൺ സ്ട്രിപ്പ് എടുത്തിട്ട് ഇതേപോലെ നമുക്ക് പശ തേച്ച് ഇവിടെ ഒട്ടിക്കാം.
ബാക്കി വരുന്നത് ഇതുപോലെ മുറിച്ച് കളയാം. ഇനി ഈ കാർഡിൽ ഇവിടെ ഒരു നക്ഷത്രം ഒട്ടിക്കുകയോ അല്ലെങ്കിൽ വരയ്ക്കുകയോ പിന്നെ ഈ സൈഡിലൊക്കെ നമുക്ക് കൂടുതൽ ആകർഷകമാക്കാൻ വേണ്ടിയിട്ട് ഗ്ലിറ്ററോ അല്ലെങ്കിൽ മുത്തുകളോ ഒക്കെ ഒട്ടിച്ച് ശരിയാക്കാം. പിന്നെ നിങ്ങളുടെ ആശംസകളൊക്കെ ഇവിടെ ഇങ്ങനെ എഴുതാം. അപ്പം എല്ലാവർക്കും എൻ്റെ കാർഡുകൾ ഇഷ്ടമായോ? ഇതൊക്കെ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചും കൊടുക്കണം. അപ്പോൾ ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. Bye!